ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്തൊക്കെയുണ്ട് അച്ഛാ വിശേഷങ്ങൾ? ഇങ്ങനെ പോകുന്നു. ധ്യാനങ്ങളും പ്രോഗ്രാമും കുഞ്ഞു കുഞ്ഞു സന്ദർശനങ്ങളും ഒക്കെ ആയിട്ട് ഓരോരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഓടി ഓടി നടക്കുന്നു. ഞാൻ ഓരോ തവണ കാണുമ്പോഴും അച്ഛൻ കുറച്ചുകൂടെ ആക്റ്റീവായിട്ടാണ് വരുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും, ഓടി ഓടി നടക്കുന്നതുകൊണ്ടായിരിക്കും അല്ലേ? രക്തം ഇങ്ങനെ തിളയ്ക്കുന്നതുകൊണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഒത്തിരി വിഷയങ്ങൾ ഇതിനോടകം പല എപ്പിസോഡുകളിൽ സംസാരിച്ച് കഴിഞ്ഞു. കുടുംബജീവിതത്തെക്കുറിച്ചാണ്, ഭാര്യമാരെക്കുറിച്ചും ഭർത്താക്കന്മാരെക്കുറിച്ചുമാണ് കൂടുതൽ സംസാരിച്ചെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ന് നമുക്ക് മക്കളെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ തോന്നുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ എന്ന് ഞാനിങ്ങനെ ഓർക്കുവാണ്. എന്തായാലും ഈ മാതാപിതാക്കളുടെ ഇപ്പോഴത്തെ കാലത്ത് അനുഭവപ്പെടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം മക്കളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ കാരണം നിൽക്കാൻ മേലാത്ത കുറേ മാതാപിതാക്കളെ കാണാറുണ്ട്. ഞാനടക്കം അങ്ങനെയാണ്. അപ്പോൾ ഈ നമുക്ക് മക്കളെക്കുറിച്ച് പ്രതീക്ഷകൾ വേണ്ടേ? ശരിക്കും ഈ പ്രതീക്ഷകൾ എത്രത്തോളം ആകാം? അതിനൊരു വലിയ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടോ? അച്ഛനെന്താ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയുക. പ്രതീക്ഷകൾ നമുക്കെപ്പോഴും ആകാം. പക്ഷേ ആ പ്രതീക്ഷ സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഒരു റേഞ്ചിൽ ഒതുക്കി വേണം പ്രതീക്ഷിക്കാൻ. ഉദാഹരണത്തിന്, എല്ലാ കുട്ടികളും എൻട്രൻസിന് എഴുതുന്നു, ഒരുങ്ങുന്നു, എല്ലാവരും അത് പഠിക്കുന്നു, പാസ്സാകുന്നു. എൻ്റെ കുട്ടി നിർബന്ധമായി അത് തന്നെ പഠിച്ചാൽ മതി. അങ്ങനെ ഒരു പ്രതീക്ഷ വെക്കുമ്പം അതിനുള്ള കഴിവ് ഈ കുട്ടിക്ക് ഉണ്ടോയെന്നും കൂടെ ചിന്തിക്കണം. പലപ്പോഴും കുഞ്ഞുങ്ങളുടെ പഠനം ഉഴപ്പുന്നതും ഭാവി ഇരുളുന്നതും അമ്മയുടെയും മറ്റും അമിതമായ പ്രതീക്ഷയാണ്. ഒരുപാട് കുഞ്ഞുങ്ങൾ പറയാറുണ്ട്, ഭയങ്കരമായിട്ട് ടെൻഷൻ വരുന്നു. പഠിക്കുന്ന കുഞ്ഞുനാൾ മുതൽ നമുക്കറിയാം, പണ്ട് കാലത്ത് അവധിക്കാലമുണ്ട്, പഴം പറിക്കാം, പൂമ്പാറ്റയുണ്ട്, ശലഭമുണ്ട്, നല്ല മേളമുണ്ട്. അവധിക്കാലം എൻജോയ് ചെയ്യുമായിരുന്നു. ഇന്നതില്ല. ഇന്ന് ബ്രിഡ്ജ് കോഴ്സ്, റാപ്പിഡ് കോഴ്സ്, കൊച്ചുനാളിൽ പഠിക്കുമ്പോൾ തൊട്ട് തന്നെ സ്കൂൾ യൂണിഫോം ധരിപ്പിച്ച് കഴുത്തിൽ ഒരു കൊലക്കയറ് കെട്ടും, ടൈ. പിന്നെ ട്യൂഷൻ മാസ്റ്ററുടെ വീടെന്ന കൂടാരം, സ്കൂളെന്ന കൂടാരം, വീണ്ടും എൻട്രൻസ്, ഇങ്ങനെ ടൈറ്റായിട്ട് നടക്കുക മക്കൾ. മൊത്തത്തിലൊരു കോച്ചിങ്ങും ട്രെയിനിങ്ങും മാത്രമേ. അപ്പോൾ അവരുടെ തനിമ നഷ്ടപ്പെടും. അവരാകേണ്ടതുപോലെ ആകുകയില്ല. ഒരുപക്ഷെ ഒരാൾക്ക് നോവൽ എഴുതാനായിരിക്കും കഴിവ്, പക്ഷെ അമ്മ പറയുന്നു നീ ഡോക്ടറായാൽ മതി. ഒരാൾക്ക് പടം വരയ്ക്കാനായിരിക്കും കഴിവ്, ഉടനെ പറയുന്നു നീ എഞ്ചിനീയറിംഗിൻ്റെ എൻട്രൻസിന് പോകണം. അപ്പം കുഞ്ഞുങ്ങളുടെ ഉള്ളിലെ സ്വാഭാവികമായുള്ള സ്വപ്നവും അമ്മയുടെ ഉള്ളിലെ സ്വപ്നം, അപ്പൻ്റെ ഉള്ളിലെ സ്വപ്നം തമ്മിൽ ക്ലാഷ് വരും. ആ ക്ലാഷ് വരുമ്പോൾ പല കുട്ടികളും ജയിക്കുകയില്ല, പഠിക്കാനടുത്ത് പുറകോട്ട് പോകും. അപ്പോൾ എവിടെയാണോ കഴിവ്, ആ കഴിവ്. ഇപ്പം നമ്മൾ ഗ്ലാസ്സിലും വെള്ളമെടുത്തു, ഒരു വലിയ കപ്പിലും വെള്ളമെടുത്തു. കപ്പിൽ കൊള്ളുന്ന വെള്ളം ഗ്ലാസ്സിൽ കൊള്ളിക്കാൻ ശ്രമിക്കരുത്. അതിന് കൊള്ളാവുന്ന ഒരു വ്യാസത്തിൽ ഒരു പരിധിയുണ്ട്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ആ സ്വപ്നങ്ങൾ കാരണവന്മാരെ നിരാശയിലേക്ക് വരുത്തും. കുഞ്ഞുങ്ങളുടെ ഭാവി ഇരുണ്ടതായിട്ട് മാറുകയും ചെയ്യും. അവർക്കാകാവുന്ന ഒരു സാധ്യതയിലുള്ള പ്രതീക്ഷ അപ്പനമ്മ മനസ്സിൽ വെക്കണം. ഞാൻ ടീച്ചറാണല്ലോ, അപ്പം നമുക്ക് തന്നെ അറിയാം, +2 പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ അഡ്മിഷൻ എടുത്ത് വരുമ്പോൾ തന്നെ ഞാൻ പഠിപ്പിക്കുന്ന മാത്സാണ്. സയൻസിന് യാതൊരു ടേസ്റ്റും ഇല്ലാത്തവരെയും ഇതുപോലെ എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ ഡോക്ടർ ആകണം എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ പിള്ളേർ ഭയങ്കര നിരാശരായി പോകുന്നത് കാണാറുണ്ട്. അന്നേരം ഈ മാതാപിതാക്കൾ ഭയങ്കര ഒരു വിഷമമൊക്കെ കാണിക്കാറുണ്ട്. സത്യത്തിൽ എല്ലാ മാതാപിതാക്കളുടെ ഉള്ളിലുള്ള ആഗ്രഹം നമ്മളെപ്പോലെ ആവരുത്. മക്കളെല്ലാം ഒരു പടി കൂടി ഭയങ്കരമായിട്ട് ഉയരണം, വലിയ ആൾക്കാരാവണം എന്ന്. സത്യത്തിൽ അങ്ങനെ പ്രതീക്ഷിക്കാവോ? അതായത് 10 ഗുണം 10 ഗുണം എന്ന് പറഞ്ഞ പോലെ നമുക്കുള്ളതല്ലേ നമ്മുടെ മക്കളും കാണിക്കുകയുള്ളൂ ശരിക്കും. അത് നമ്മൾ സമൂഹത്തിലേക്ക് നോക്കി പഠിക്കണം ജീവിതത്തിലെ. ഉദാഹരണം, സിനിമാ നടന്മാർ മക്കളെ എഞ്ചിനീയറാക്കാനല്ല, ഒരു നല്ല നടനായിട്ട് വളർന്നു നോക്കും. അതും കൊട്ടാരക്കരയ്ക്ക് സായികുമാറുണ്ട് എടുത്തു കഴിഞ്ഞാൽ. അപ്പം ഓരോരുത്തർക്ക് ഓരോരുത്തരെ അങ്ങനെ ഒരു നടന്മാർ അങ്ങനെ ഉണ്ട്, കഴിവുണ്ട്. നേതാക്കന്മാർക്ക് മക്കൾ MLA MP ആണ്. അപ്പം ആ ഒരു രീതിയിൽ ഒരു കറക്റ്റ് റേഞ്ചിലൂടെ കൊണ്ടുപോകാൻ പറ്റും. ഞങ്ങളെപ്പോലെ തന്നെ മക്കളും കർഷകനായിട്ട് മക്കളെ വളർത്തിയാൽ അത് വിജയിക്കും. അപ്പോൾ അതിന് കുഞ്ഞുനാൾ മുതലേ അടിസ്ഥാന ടേസ്റ്റ് കൊടുത്തു തുടങ്ങണം. സാറാണോ ഒരു മകനെ സാറായിട്ട് നോക്കുക, അവർ വേറെ ടേസ്റ്റാണെങ്കിൽ മാറിക്കോട്ടെ, സാധ്യതയുണ്ടെങ്കിൽ അതിൽ വളർത്തുക. ഒരു അഭിനയക്കാരനാണോ ആ രീതിയിൽ, വരകാരനാണോ ആ രീതിയിൽ.
പേരൻസിനുള്ള ആ ടാലൻറ്റ് ഒരു പക്ഷേ കുഞ്ഞുങ്ങളിലും കണ്ടേക്കാം. അവർക്കതിന് ടേസ്റ്റ് ആണെങ്കിൽ അതിൽ വളർത്തുന്നതാണ് വിജയം. ഇനി ഞാനൊരു സാറാണ്, എനിക്ക് ഇത്രയേ ഉള്ളൂ ശമ്പളം, നീ IELTS പാസ്സായി UK പോകണം, നീ അത് 6 അമേരിക്കൻ നേഴ്സാകണം, അങ്ങനെ പറഞ്ഞ് നിർബന്ധിച്ചാൽ നിർബന്ധത്തിന് വഴങ്ങി കുട്ടികൾ വഴങ്ങിയേക്കാം. പക്ഷെ എങ്കിലും അവർക്കൊരു സൈക്കോളജിക്കൽ സംതൃപ്തി അത് കിട്ടണമെന്നില്ല. കുറച്ച് പൈസ ഉണ്ടാവും, അതേസമയത്ത് പഠിപ്പിച്ച് കിട്ടുന്നൊരു നിർവൃതി ഉണ്ടാകണമെന്നില്ല. അഭിനയിച്ച് ഉണ്ടാകുന്നൊരു നിർവൃതിയുണ്ട്, അതുകൊണ്ടാകണമെന്നില്ല. കുറേ കാശ് കിട്ടുന്ന ഒരു നിർവൃതി മാത്രമേ ഉള്ളൂ. അപ്പം ആ രീതിയിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അവിടെയാണ് പേരൻസ് മനസ്സിലാക്കേണ്ടത്, തങ്ങളിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു കൃപയുണ്ട്, അനുഗ്രഹമുണ്ട്, വിത്തിലടങ്ങിയിരിക്കുന്ന ഗുണം. ആ ഗുണം മക്കളിലേക്ക് കൊടുക്കാൻ പഠിച്ചാൽ വിജയിക്കാനായിട്ട് സാധിക്കും. കുറേയൊക്കെ ആയിട്ട് കുറച്ചെങ്കിലുമൊക്കെ അതിന് വളമിട്ട് കൊടുത്ത്, അവർക്കറിയാവുന്ന മേഖല അതും പറഞ്ഞു കൊടുത്ത്, ഒന്നും അറിയത്തില്ലാത്തൊരു മേഖലയെ തള്ളിവിടുന്നതിനേക്കാൾ ഭേദം അങ്ങനെ പറഞ്ഞു കൊടുത്ത് കൂടെ നിന്ന് ബലപ്പെടുന്നതാണ്. അങ്ങനെ ബലപ്പെടുത്തിയാൽ അതിനൊരു ശക്തിയുണ്ട്, ഒരു ചൈതന്യമുണ്ട്. ഈ ഓവർ എക്സ്പെക്റ്റേഷൻസ് ആണല്ലോ ഈ പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും കാരണമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ഓവർ എക്സ്പെക്റ്റേഷൻ കാരണം കുട്ടികൾ ഭയങ്കര മാനസിക പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് അച്ഛൻ്റെ അടുത്ത് വരാറുണ്ടോ? ഇഷ്ടം പോലെ. അവർ പറയും ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, നേഴ്സിങ്ങിന് പോകാനാണ് പറയുന്നത്, നേഴ്സിങ്ങിന് പോയാലേ കുടുംബത്തിന് കാശുണ്ടാവുള്ളൂ എന്ന് അമ്മ പറഞ്ഞു, അപ്പം പറഞ്ഞു. അയൽക്കാരെല്ലാം രക്ഷപ്പെട്ടത് മക്കൾ നേഴ്സിംഗ് പാസ്സായി വിദേശത്ത് പോയാണ്. അച്ഛാ എനിക്ക് രക്തം കാണുമ്പം തലകറങ്ങാണ്, മുറിവ് കാണുമ്പോൾ ഓക്കാനിക്കാൻ വരുവാണ്. ഫസ്റ്റ് ഇയർ തന്നെ പൂർത്തിയാക്കിയത് വളരെ കഷ്ടപ്പെട്ട. അവസാനം എന്തു ചെയ്യും? ഇൻട്രോവേർട്ട് ആവും, ഡിപ്രഷനാവും, ചിലപ്പം ഒളിച്ചോടും, ചിലപ്പം ഞരമ്പ് മുറിക്കും, ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് പോകും. കാരണം പേരൻസ് വരുത്തുന്ന തിന്മയാണത്. അവരുടെ ടേസ്റ്റ് മനസ്സിലാക്കാതെയുള്ള നിർബന്ധ ബുദ്ധികളും പറച്ചിലുകളുമാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ നശിച്ചു പോകാറുണ്ട്. അവിടെയാണ് എന്താണ് മക്കളെ നിങ്ങളുടെ ടേസ്റ്റ്, അതനുസരിച്ച് വളർന്നു പോവാം. കാശൊക്കെ പിന്നെ ഉണ്ടാവും, ഇതിലൂടെയും കാശുണ്ടാക്കാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു ഗൈഡൻസ് പേരൻസിൽ നിന്ന് കൊടുക്കുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ കുടുംബത്തിന് വലിയൊരു മക്കളുടെ ഒരു തകർച്ചയിലേക്കും നൊമ്പരങ്ങളിലേക്കൊക്കെ നമ്മുടെ വീട് പോകാനുള്ള ഒരു വലിയ സാധ്യതയുണ്ട്. ഈ ചില കേസുകളല്ലാതെ വരാറുണ്ടല്ലോ, നമ്മുടെ കുടുംബത്തിനൊരു സാമ്പത്തിക ഭദ്രത കാണും, അതിനുള്ളിലൊന്നും ഒതുങ്ങി നിൽക്കാതെ മക്കൾക്ക് അത് പഠിക്കണം, അല്ലെ മക്കൾക്ക് അങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞ്, അതായത് അപ്പൻ്റെ അമ്മയുടെ ഒരു ജീവിത ശൈലി മനസ്സിലാക്കാതെ എടുത്തു ചാടി ഇന്ന കോഴ്സ് ചേരാം, അല്ലെങ്കിലും പൈസ കൊടുത്ത് ചിലർക്ക് ചേരാൻ പറ്റുമായിരിക്കും, ലക്ഷങ്ങളാണല്ലോ പല കോഴ്സുകൾക്കൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ സമ്മതിച്ച് മാതാപിതാക്കൾ വിടുന്നതിനോട് അച്ഛൻ എന്താ താല്പര്യം? ഒരുപാട് ലോണൊക്കെ എടുത്ത് അവരുടെ ഒരു പരിധി വിട്ട് ചെയ്തിട്ട് അവസാനം ഒരു കഷ്ടപ്പാടിലേക്ക് എത്തുന്നതിലും നല്ലത്. ചിലയിടത്ത് ഭയങ്കരമായ ലോൺ എടുത്താലും 1-2 വർഷം കൊണ്ട് അതൊന്ന് വീട്ടിൽ പോകും. അങ്ങനെ രക്ഷപ്പെടുന്നവർ ഒത്തിരിയുണ്ട്. ചിലർ അമിതമായ ലോൺ എടുത്ത് വിട്ടിട്ടും ആ പഠിത്തം പഠിക്കാൻ പറ്റാതെ തകരുന്ന പിള്ളേരുണ്ട്. ലക്ഷങ്ങളുടെ ബാധ്യതയായിട്ട് തിരിച്ചു വരുന്നവരുണ്ട്. അപ്പം അത് ആ ഒരു മേഖല വിവേകപൂർവ്വം വിചിന്തനം ചെയ്യേണ്ടതാണ്. ഇനി നല്ല കോളേജിലെ പ്രൊഫസേഴ്സോ സ്കൂളിലെ അധ്യാപകരൊക്കെ ആയിട്ട് നന്നായിട്ട് പോകുമ്പോഴും അവധി എടുത്തുകൊണ്ട് കാശുണ്ടാക്കാൻ വേണ്ടി 5 വർഷത്തേക്ക് പുറത്തേക്ക് വന്നു. അത് അനീതിയാണ്, തിന്മയാണ്. കാരണം രാജ്യത്തെ വഞ്ചിക്കുന്നതാണ്. കാരണം എത്രയോ പേര് ജോലിക്ക് വേണ്ടി ക്യൂ നിൽക്കുമ്പോഴാണ് എല്ലാം ഉടനെ ഉണ്ടാക്കാൻ വേണ്ടി പോകും. അല്ല റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നെയും കുറേ കാശുണ്ടാക്കാൻ വേണ്ടി പോവുക. അപ്പോൾ ഒരു ഓറിയൻറ്റേഷൻ ഫോക്കസ് മൊത്തം അങ്ങ് മാറിപ്പോകും. അവിടെ ഒരു നെഗറ്റീവ് ട്രെയിനിങ്ങും തെറ്റായൊരു ഫോക്കസുമാണ് കുഞ്ഞുങ്ങൾക്ക് പേരൻസ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഇത്രയുണ്ട്, PSC ടെസ്റ്റ് കിട്ടിയ ജോലിയാണ്, മിക്ക മക്കളെ നേഴ്സിംഗ് കൂടെ പഠിച്ചങ്ങ് പൊക്കോ, പോയിട്ട് കുറേ കാശുണ്ടാക്കിക്കൊണ്ട് വന്നു പറഞ്ഞാൽ ഒരു മകനെ മകളെ കൊല്ലുന്നതിന് തുല്യമാണ്. ആൾക്ക് ആ കിട്ടിയ അന്തസ്സായിട്ട് പഠിച്ച് കിട്ടിയത് അതിൽ കൂടെ കയറുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കുറേ ലക്ഷം എടുത്തേക്കാം, എന്നിട്ട് കെയർ ടേക്കറായിട്ട് പോയേക്കാം, കുളിപ്പിക്കാനും ഒക്കെ. ഇവിടെ 1-ാം തരം പിള്ളേരെ പഠിപ്പിക്കുന്ന സാറാണ്, അവിടെ പോയി കുളിപ്പീനും കളിപ്പീനും കുറച്ച് കാശിന് വേണ്ടി. അപ്പം അത് ശരിയല്ല. അപ്പം അവിടെ ഒരു നിലപാടും നാട്ടിലുള്ളവർ ആ അന്തസ്സിൽ ജീവിക്കണം, ആ വില ജീവിക്കണം. കുറച്ച് കാശ് കിട്ടിയിട്ട് വില കെട്ടവരായിട്ട് വന്നതിനേക്കാൾ നല്ലത് ജീവിക്കുന്നതാണ്. അപ്പം ആ ഒരു തിരിച്ചറിവ് പേരൻസിന് വേണം, അത് മക്കൾക്ക് കൊടുക്കണം, മക്കളും അത് മനസ്സിലാക്കണം. ഈ മക്കൾ 10ാം ക്ലാസ്സിൽ +2 അങ്ങനെ വലിയ വലിയ കോഴ്സുകളിലേക്ക് അല്ലെങ്കിൽ പരീക്ഷ എഴുതേണ്ട സമയമാകുമ്പോഴത്തേനും മാതാപിതാക്കൾ ഭയങ്കര പഠിപ്പിക്കലും ഭയങ്കര വെപ്രാളവും പരവേശവും ഭയങ്കര ട്രെയിനിങ്ങും കോച്ചിങ്ങും ഒക്കെയാണ്. ആദ്യകാലത്ത് കുറേ കാലത്ത് തിരിഞ്ഞു പോലും നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ തന്നെ പറയും ഈ കതിരെ കൊണ്ട വളം വെച്ചിട്ടൊരു കാര്യമില്ലെന്ന്.
അങ്ങനെയുള്ള കേസുകൾ വരാറില്ലേ? ഇങ്ങനെ അതായത് തുടക്കത്തിൽ ഒരു ട്രെയിനിങ് ഒരു ഒരു പ്രത്യേക അച്ചടക്കമൊക്കെ നമ്മൾ കൊടുത്താൽ ഈ അവസാനം വരെ ഏതാണ്ടൊക്കെ കാണും. എല്ലാവരിലൊന്നും ഇത് ബാധകമല്ല. പക്ഷെ എന്നാലും എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ ശരിക്കും? അതൊരു വലിയൊരു പ്രശ്നം അതുണ്ട്. കാരണം എപ്പോഴും ടി വിയിൽ സീരിയൽ കാണുന്ന ഒരമ്മ ഏത് സമയത്ത് അപ്പനെപ്പോഴും വാർത്തയും കമ്പോള നിലവാരവും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഇതിങ്ങനെ കണ്ട് 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 പിള്ളേരും അത് കൂടെ നിന്ന് കാണും. പരീക്ഷയുടെ ഒരു 2 മാസം കേബിൾ കണക്ഷൻ പിടിച്ചു, ടി വി ഇല്ല, ഇനി മൊബൈൽ പോലില്ല. എന്നിട്ട് വലിയ ഗമയം പറയും അതെല്ലാം മാറ്റി വെച്ചിട്ട് പിള്ളേർ പഠിക്കാൻ വേണ്ടിയില്ല. ആ മക്കളുടെ ഭാവി നശിപ്പിച്ച അമ്മയാണ്, നശിപ്പിച്ച അപ്പനാണ്. കാരണം കതിരെ കൊണ്ട് വളം വെച്ചിട്ട് ഒരു ഫലമില്ല. അത് ആദ്യകാലം മുതലേ ഇത്ര സമയം കാണണം, ഇത്ര സമയം കാണരുത് എന്ന് കൽപ്പിക്കാനുള്ള കഴിവും അത് നിറവേറ്റാനുള്ള പ്രാപ്തിയും അപ്പനും അമ്മയ്ക്കും വേണം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകണം ഇത്ര സമയം കണ്ടാൽ മതി, ഇത്ര സമയം ഇത് ശ്രദ്ധിച്ചാൽ മതി, ഇതിനപ്പുറത്തേക്ക് പോകണ്ട. അങ്ങനെ പരിശീലിപ്പിക്കണം. അല്ലാതെ കൊണ്ട് ഒരു മാരകമായ യുദ്ധം തുടങ്ങുന്ന പോലെ പരീക്ഷയുടെ 3 മാസം യുദ്ധം എല്ലാം ഓഫ് ചെയ്തു. അതൊരു നെഗറ്റീവ് ട്രെയിനിങ്ങാണ്. അപ്പം അവർക്ക് ഫോക്കസും കിട്ടത്തില്ല, ഒളിച്ചും പാത്തും ഇത് കാണാനുള്ള വഴി വല്ലതും ഉണ്ടോ എന്ന് അവർ ശ്രദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ കുട്ടിക്കാലം മുതലേ പഠിത്തത്തിൽ ഒരു നല്ല ട്രെയിനിങ്, ഒരു നല്ല ശൈലി കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെടുക്കണം. അങ്ങനെ പഠിപ്പിച്ചെടുത്താൽ അവരോട് പേര് ടി വി ഉണ്ടെങ്കിലും അത്യാവശ്യം കാണും, പിന്നെ അവർ കാണുകയില്ല. ആ രീതിയിൽ പരിശീലിപ്പിക്കണം. അല്ലാണ്ട് ഇതെല്ലാം വലിച്ചു പറിച്ചിട്ട് ഇല്ല എന്ന് പറയുന്നതല്ല. ശരിക്കും ഒരു ഉത്തരവാദിത്വ ബോധമാണ് വേണ്ടത്. അതായത് നമ്മളെന്താ പഠിക്കേണ്ടതിൻ്റെ ആവശ്യം അത് വളരെ കുറവാണ്. വെച്ചാൽ ഞാനൊരു ടീച്ചറായിട്ട് തന്നെ ഞാൻ പറയുവാണ്, എനിക്കത് ഭയങ്കര കുറവായിട്ട് ഇപ്പോൾ ഫീൽ ചെയ്യാറുണ്ട്. അതായത് അവർ പലപ്പോഴും പഠിക്കുന്നത് മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മൾ അധ്യാപകർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് പഠിക്കുന്നതെന്ന് തോന്നാറുണ്ട്. എന്നാൽ അങ്ങനെ അല്ലാത്തവരെയും കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ പഠനം മാറ്റി നിർത്തി മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ ഒരു ചെറിയ സംശയമാണ്. നമ്മളിപ്പോൾ കൊച്ചുനാളിൽ തൊട്ട് തന്നെ വലിയ ട്രെയിനിങ് അല്ലെ, സ്പിരിച്വൽ കാര്യങ്ങളിൽ, പള്ളിയിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങളിൽ, വേദപാഠം പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് ഭയങ്കര ഇങ്ങനെ അണുവിട ചലിക്കാതെ കൊണ്ടുവന്നാലും ഒരു പ്രായം കഴിയുമ്പം അവർക്ക് അവരുടേതായ കുറേ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. അപ്പോൾ ചിലരെങ്കിലും പറഞ്ഞു കേൾക്കാറുണ്ട് കുറച്ച് നാൾ കഴിയുമ്പം തിരിച്ചു വരുമായിരിക്കും. അച്ഛനെന്താ തോന്നുന്നത്? അല്ല, നമ്മളെ ഒരു ഇൻ്റഗ്രലായിട്ട് വേണം കാര്യങ്ങൾ. സമഗ്രം പഠിത്തം വേണം, പ്രാർത്ഥന വേണം, പള്ളി വേണം, ആധ്യാത്മിക ജീവിതവും വേണം, സോഷ്യൽ ലൈഫും വേണം. അതിൽ കൊച്ചുനാൾ മുതലേ കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്യണം. ഭിക്ഷക്കാർ വീട്ടിൽ വന്നാൽ അവരെ കൊണ്ട് ധർമ്മം കൊടുപ്പിക്കണം. എന്തെങ്കിലും ഒരു പൊതു സഹകരണ സഹായ പദ്ധതി വരുമ്പോൾ അതുങ്ങളെയും ചെറിയ രീതിയിലെങ്കിലും കുഞ്ഞുങ്ങളെയും ഭാഗഭാഗത്വം വഹിപ്പിക്കണം. അപ്പോൾ അവർക്ക് തന്നെ തോന്നും ഇതൊക്കെ ആവശ്യമാണ്, ഇതെൻ്റെ ഒരു ഭാഗമാണ്. ആ രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കണം. കവിത എഴുതാൻ കഴിവുള്ള പിള്ളേരെ കൊണ്ട് ചുമ്മാ കവിത എഴുതിക്കണം, പടം വരയ്ക്കുന്നുണ്ട് പടം വരപ്പിക്കണം. എന്തെങ്കിലും ഫിറ്റ് ചെയ്യാൻ കഴിവുള്ള മെക്കാനിസമാണോ അതിൽ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ ചെയ്ത് വിടണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു നാൽക്കവലിലെത്തുമ്പോൾ ഏറ്റവും യുക്തവും ഏറ്റവും നല്ലതുമായിരുന്നു അവർ തന്നെ തീരുമാനിക്കും. അപ്പോൾ പിന്നെ ഉന്തി മരം കയറ്റിയാൽ നെഞ്ച് പൊളിയും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവർക്കറിയാം, ഇവർ ഒബ്സർവ് ചെയ്യുന്ന പേരൻസിനും അറിയാം ഇന്ന രീതി പോയാൽ ശരിയാ. അതാണ് ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ എന്ന് പറയുക. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അകത്തുള്ളതിനെ പുറത്തേക്ക് എടുക്കുക എന്നാണ്. എഡ്യൂക്കേർ അകത്തുള്ളതിനെ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പം അങ്ങനെ പുറത്തേക്ക് എടുക്കാൻ അവരെ അങ്ങനെ സഹായിക്കണം. അത് കുട്ടിക്കാലം മുതലേ അതിനുള്ള ഒരു അന്തരീക്ഷം, ഒരു കാലാവസ്ഥ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതിൻ്റെ ഒരു നല്ലൊരു സമയം വരുമ്പോഴത്തേക്ക് അതിലേക്ക് കൈപിടിച്ച് അവരെ കയറ്റി വിടണം. ഈ ടീനേജേഴ്സിലൊക്കെ ആ പ്രായമൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ എന്തൊക്കെ വലിയ കാര്യമായിട്ടൊക്കെ വളർത്തിക്കൊണ്ടുവന്നാലും ഇവർക്ക് ഇവരുടേതായ ഒരു ഒരു വെപ്രാളവും പരവേശവും പോക്കും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള മാതാപിതാക്കൾ, ഇപ്പം ഞാനും അങ്ങനത്തെയൊക്കെ ഒരാളാണ്. നമ്മൾ ആദ്യകാലത്ത് കൊടുത്ത ട്രെയിനിങ്ങോ അല്ലെ ആദ്യകാലത്ത് പരിശീലിപ്പിച്ച പോലെ ഒന്നും ആയിരിക്കുകയല്ല. ചിലപ്പോൾ അവർ കുറച്ച് തന്നിഷ്ടവും അവരുടെ ഇഷ്ടമൊക്കെ വരും. പക്ഷെ അവർ പിന്നീട് തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷ മാതാപിതാക്കൾക്ക് ശരിക്കും കൊടുത്തുകൂടെ അല്ലേ? നമ്മൾ ഒരിക്കൽ നന്നായിട്ടൊക്കെ അവർ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ ഈ അങ്ങനത്തെ ഒരു ടീനേജ് പേരൻസിന് അച്ഛന് കൊടുക്കാൻ പറ്റിയൊരു ഉപദേശം എന്താ? അല്ലാതെ ഇപ്പം അവരൊക്കെ സമൂഹത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണം. കാലം മാറുന്നതനുസരിച്ചുള്ള രീതികളും മാറ്റങ്ങളും അവർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊത്തിരി ഫോഴ്സ് ചെയ്യാതിരിക്കുക. ഒത്തിരി കാര്യം തന്നെ വന്നോളും. കാരണം നമ്മുടെ പ്രഷർ കൊണ്ട് വരുത്തേണ്ടതല്ലാത്ത പല കാര്യമുണ്ട്. അത് സ്വാഭാവികമായി മക്കൾ ജന്മമെടുക്കും.
അതിനുള്ള തുറവിക്ക് മക്കൾക്ക് അവസരം കൊടുക്കണം. സോഷ്യൽ മിങ്കിളിങ്ങും ക്ലബ്ബുകളും ഭക്തസംഘടനകളും പിയർ ഗ്രൂപ്പും അതിലൊക്കെ ഒന്ന് മിങ്കിൾ ചെയ്യുകയും ട്രാക്ക് വിട്ടുപോയെന്ന് കണ്ടാൽ തിരുത്തുകയും അല്ലെങ്കിൽ യഥാർത്ഥ ട്രാക്കിലാണെങ്കിൽ അതിലൂടെ വളരാനുള്ള വേദി തുറന്നു കൊടുക്കണം. ചിലപ്പോൾ ഒത്തിരി ആവേശമൊക്കെ കാണിച്ച് ബഹളം വെച്ച് പോയാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവരൊക്കെ ശാന്തതയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചു വരാറുണ്ട്. എന്നാ പള്ളി, എന്നാ ധ്യാനം, എന്നാ കുർബാന എന്നൊക്കെ ഒരു പ്രായത്തിൽ ചോദിക്കാം. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ തന്നെ ഇതൊക്കെ ആവശ്യമാണെന്ന് അവർക്ക് തന്നെ തോന്നുന്നു പോലെ. അതാണ് കാലം പഠിപ്പിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ എപ്പോഴും ഓർക്കും പ്രായമായാലേ പള്ളി വരുന്നവർ പിന്നെ വരികയില്ല. അത് ശരിയാ, ഈ വരുന്നവർക്ക് വീണ്ടും പ്രായമാവുമല്ലോ, എല്ലാവർക്കും ആവും. അപ്പോൾ ഇന്ന് വരെ ഇപ്പം എൻ്റെ ഇത്രയും പതിറ്റാണ്ടുകളുടെ ഓർമ്മയിൽ ഒരു കാലത്ത് പള്ളി നിറഞ്ഞു നിന്നു, ഒത്തിരി പേര് പള്ളി കയറിയില്ല, നിറഞ്ഞവർ മരിച്ചു, മാറി നിന്നവരിപ്പം പള്ളി നിറഞ്ഞുണ്ട്. ഇതൊന്നും വലിയ ഒന്നും വലിയ എന്തോ ഒന്നും ഒന്നുമില്ല. രാജ്യം വിട്ടുപോയാൽ ആ രാജ്യത്ത് അവരുണ്ട്. യൂത്തില്ല. ഞാൻ നാളെ ഹൈദരാബാദ് ചെന്നു, 2000 യൂത്തുണ്ട്. ബോംബെയിലുണ്ട്, കോയമ്പത്തൂരിലുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് പഠിക്കാൻ പോകുന്നുള്ളതേ ഉള്ളൂ. അപ്പം എന്ന് പറഞ്ഞ പോലെ ഉത്തരവാദിത്വമൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് അതൊക്കെ ദൈവം വെച്ചിട്ടുണ്ട് മനസ്സിലേ. ഒറ്റപ്പെട്ടവരായ ചില എക്സെപ്ഷൻ കണ്ടേക്കാം, പക്ഷെ പൊതുവിൽ ദൈവ മനുഷ്യൻ്റെ ഉള്ളിൽ എന്തോ വെച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ അങ്ങ് വരികയിച്ചു. അപ്പം നമ്മൾ പേരൻസൊക്കെ മക്കളൊരു മാറ്റം കണ്ട പ്രാർത്ഥിക്കണം. അതായത് ദൈവത്തിൻ്റെ മനസ്സെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനും ആ മനസ്സിനോട് പൊരുത്തപ്പെട്ട് മക്കൾ നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാണ്ട് വലിയ തിരുത്തലിനോ ബഹളത്തിനൊന്നും പോകാനോ അല്ലാതെ ഞാൻ ചാകാൻ പോവുകയാണ് കൊച്ചു വെച്ച് അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല. ഇതൊക്കെ ക്രമത്തിൽ അങ്ങ് പൊക്കോളും. അത് പ്രപഞ്ചത്തിൻ്റെ താളവതാ. എന്നും അധ്യാപകരുണ്ടല്ലോ, എന്നും നേഴ്സുമാരുണ്ടല്ലോ, ഡോക്ടർമാരില്ലേ, അച്ഛന്മാരില്ലേ, എൻജിനീയേഴ്സില്ലേ, കോൺട്രാക്ടേഴ്സില്ലേ, എല്ലാ കാലത്തും ആണില്ലേ പെണ്ണില്ലേ, എല്ലാം കൃത്യം വെച്ചുകൊണ്ടിരിപ്പുണ്ട്. നമ്മൾ അത് മനസ്സിലാകുന്ന ഒരു രീതിയിൽ കുഞ്ഞുങ്ങളെ അങ്ങനെ കണ്ടാൽ മതി. ഇവരെയും ഒരു ദശാസന്ധിയിൽ ദൈവം ആ കണ്ടെടുത്താക്കും. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷമാണ് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മച്ചി അങ്ങനെ ചെയ്തിരുന്നല്ലോ, ഈവൻ അടുക്കളയിൽ പോലും പണിയുമ്പം അമ്മച്ചി അങ്ങനെ ചെയ്തിരുന്നല്ലോ, ഇങ്ങനെ ചെയ്തിരുന്നല്ലോ എന്നുള്ളൊരു ഓർമ്മ വരുന്നത്. നമ്മളെ ചിലപ്പം ചെറുപ്പത്തിലെ വളർത്തിയ സമയത്ത് ചിലപ്പോൾ നമ്മളതൊന്നും മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല, നമ്മൾ കാര്യമായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഈ അമ്മമാർക്കൊരു ശക്തമായ റോളില്ലേ? അതുകൊണ്ട് കാരണം ഈ മക്കളുടെ മനസ്സിൽ കിടക്കുന്ന റോള് അമ്മയാണ്. ആ മക്കൾക്ക് പോലും ചില ക്ഷമയും സഹനവും വരാൻ കാരണം അമ്മയുടെ റോളാണ്. കാരണം അമ്മയാണ് കൂടുതൽ നമ്മൾ കാണുന്നത്. അപ്പൻ വീടിന് വേണ്ടി കഷ്ടപ്പെട്ട് വ്യയം ചെയ്തെല്ലാം നേടുമ്പോഴും അധികം കാണാൻ കിട്ടുന്നില്ല. അതുകൊണ്ട് കാണുന്ന അമ്മ നമുക്ക് റോൾ മോഡലാണ്, കാണാത്ത അപ്പനേക്കാൾ. അതുകൊണ്ട് അമ്മയുടെ പ്രാർത്ഥന, അമ്മയുടെ ശാന്തശീലം, അമ്മയുടെ പരസ്നേഹ പ്രവൃത്തികൾ, അമ്മയുടെ ദൈവവിചാരം ഇതൊക്കെ ഒരുപാട് ബാധിക്കും. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ക്യാരക്ടർ ഫോർമേഷനിൽ ഏറ്റവും നിർണായകമായ സ്വാധീനം ചെലുന്ന അമ്മയാണ്. അമ്മയെന്ന് പറഞ്ഞാൽ തന്നെ 2 വാക്കാണ്. മാതാവ്, ആഹാരം. ഒരു കൊച്ചു കുഞ്ഞാദ്യം തിന്നുന്നതും കുടിക്കുന്നതും അമ്മയുടെ നെഞ്ചാണ്. അമ്മയാണ് കുഞ്ഞിൻ്റെ ആഹാരം. അതുകൊണ്ടാണ് സ്വന്തം ജീവിതത്തെ ആഹാരമാക്കി ആരെയും അമ്മയെന്ന് വിളിക്കാം. മദർ തെരേസ മക്കളെ പ്രസവിച്ചില്ലെങ്കിലും അമ്മയാണ്, അൽഫോൻസാമ്മ അമ്മയാണ്. കാരണം ജീവിതം ആഹാരമാക്കി മാറ്റിയതാണ്. അത് എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. കുഞ്ഞുങ്ങൾക്കും ഉറക്കളയുന്നു, അടുക്കളയെ പണിയുന്നു, പനി വന്നാൽ കൂടിയിരിക്കുന്നു, കൈപിടിച്ച് പള്ളിയിൽ കൊണ്ടുപോകുന്നു, സാധനം മേടിച്ച് കൊടുക്കുന്നു, ഇതെല്ലാം അമ്മ റോളാണ്. അതുകൊണ്ട് ആ അമ്മയുടെ പ്രാർത്ഥനാ ജീവിതവും ജീവിത റോളും ഒക്കെ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ കാര്യമായിട്ട് ബാധിക്കും. പക്ഷെ എനിക്ക് ഇപ്പോഴത്തെ അപ്പന്മാരും ഒത്തിരി മാതാപിതാക്കളും പഴയവനേക്കാളേറെ മക്കളോട് ഒത്തിരി അറ്റാച്ച്ഡ് ആണല്ലോ. നമ്മൾ ഈ ഒത്തിരി വർത്തമാനം പറയുന്നതിനേക്കാളേറെ ഒരു മാതൃകയായിരിക്കും അല്ലേ എപ്പോഴും മക്കൾ ഓർത്തിരിക്കുക എന്ന് തോന്നുന്നത്. ഒരു ജീവിത മാതൃകയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാനുള്ളൂ അല്ലേ? ഈ അപ്പൻ്റെ വലിയ അറ്റാച്ച്മെൻറ്റ് മക്കളെ സ്പോയിൽ ചെയ്യുള്ളൂ. അമ്മയുടെ അറ്റാച്ച്മെൻറ്റ് അങ്ങനെയല്ല. അപ്പൻ്റെ അറ്റാച്ച്മെൻറ്റ് അധികമായാൽ പിന്നെ അപ്പനെ കളിപ്പിക്കാം. സത്യം. അമ്മ കളിപ്പിക്കാൻ പറ്റുമല്ല. അമ്മ എന്നാ പരീക്ഷയോടെ അമ്മ പറഞ്ഞതാ. അപ്പൻ ചുമ്മാ പിള്ളേരെ സൂപിക്കാൻ വേണ്ടി അമ്മയ്ക്കെതിര് പറയും ചിലപ്പോൾ. അല്ലെ ഡാഡിയോട് പറഞ്ഞാലും ഫോൺ വേണോ, അത് വേണോ, ഇത് വേണോ, എല്ലാം തരാമെന്ന് പറയും. പക്ഷെ അത് കുഞ്ഞുങ്ങളെ നശിപ്പിക്കത്തേ ഉള്ളൂ. അമ്മയുടെ റോളിലുള്ള സ്നേഹമാണ് അപ്പനും കാണിക്കേണ്ടത്. അമിതമായ വാത്സല്യമൊന്നുമില്ല,
കൊടുക്കേണ്ടത് കൊടുത്തു, തിരുത്തേണ്ടത് തിരുത്തി. അതാണ് മാതൃകാപരമായ ഒരു പിതൃത്വം. അതല്ലെന്ന് വരിയില്ല, അധികം ഇരിക്കാൻ പറ്റിയില്ല, കിട്ടിയ സമയം മാക്സിമം അങ്ങ് കൊഞ്ചിച്ചേക്കാം. ശരിയാണ്. മാതൃക ന്യായമായി കോപിക്കണം, ന്യായമായി പറയണം, അനാവശ്യ കാര്യം അരുതെന്ന് പറയണം. അമ്മയെപ്പോലെ കരുതലും തിരുത്തലും ശാസനയും കൊടുത്തുകൊണ്ട് സ്നേഹിക്കുകയും വേണം. അതാണ് മാതൃക. എങ്കിലും നമ്മളിപ്പോൾ പറയുമല്ലോ, പിള്ളേരോടൊക്കെ ഒത്തിരി നോ പറയാൻ പാടില്ല. പേടിയാണ് എല്ലാവർക്കും. കാരണം പല കാര്യങ്ങൾക്കും കാരണം അനുഭവം അങ്ങനെയാണ്. നോ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രാർത്ഥിക്കുന്നവരുടെ മക്കളാണെങ്കിലും എത്ര നല്ല ജീവിത മാതൃകയിൽ പോകുന്നവരുടെ മക്കളാണെങ്കിലും പലരും സൂയിസൈഡ് ചെയ്യുന്നു. ചിലപ്പോൾ നമുക്ക് വാക്ക് മുട്ടിപ്പോകാറുണ്ട് ഇവരോടൊക്കെ പറയാനായിട്ട്. ഒരാൾ നല്ല ആളാകുമ്പോൾ നല്ലതാണ്. ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലയ്ക്ക് ഇടണം. അല്ലാണ്ട് എൻ്റെ കൊച്ച അയ്യോ ചങ്ങലയ്ക്ക് ഇട്ടാൽ കാലം കൊളുത്തു വീഴുമല്ലോ, ഓർത്തിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ സമൂഹത്തെ നശിപ്പിക്കുക. അപ്പം അതിൽ ഒരു അപ്പനമ്മയുടെ വേദന അറിയാം, പക്ഷേ ഒരു സോഷ്യൽ ഒബ്സർവേഷൻ നടത്തുകയാണെങ്കിൽ അത് വേണം. അല്ലെങ്കിൽ അങ്ങനെ കൊണ്ട് ഒരുപാട് സമൂഹം നശിക്കുന്നു. ഈ പിള്ളേർ പോയി പെൺപിള്ളേരെ നശിപ്പിക്കും, ഇവർ പോയി മയക്കുമരുന്ന് മേടിച്ചു കൊടുക്കും, ഇവർ പോയി വീടിൻ്റെ സ്വത്ത് കട്ടുമുടിക്കും, പോയി കൊലപാതകം ജയിലിൽ ചെയ്യും. അപ്പനും അമ്മയെല്ലാം അവസാനം പൊട്ടിക്കരയും. പറയേണ്ട സമയത്തൊന്ന് പറഞ്ഞ് കരഞ്ഞ് ഇതുങ്ങൾ മരിച്ചു പോയാലും അതായിരുന്നു നല്ലത്. ഏതായാലും അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു. എന്തായാലും മക്കളുടെ പ്രതീക്ഷകൾ നമ്മൾ മനസ്സിലാക്കണം. മാതാപിതാക്കളുടെ പ്രതീക്ഷകൾക്കൊത്ത് എന്തായാലും മക്കൾ വളരുകയും വേണം. പക്ഷെ എല്ലാത്തിലും ഒരു തമ്പുരാൻ്റെ ഒരു പദ്ധതിയുണ്ട്, അതിനനുസരിച്ചേ കുടുംബങ്ങൾ മുൻപോട്ട് പോവുള്ളൂ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മൾ സമൂഹത്തിൽ തിന്മയായിട്ട് മക്കൾ വരുമെങ്കിൽ ദൈവമേ നല്ല കാലത്ത് എടുത്തോണേ എന്ന് പ്രാർത്ഥിക്കണം. അതാണ് നല്ല പ്രാർത്ഥന. അപ്പോൾ ഈ കതിരയിൽ വളം വെക്കാതെ തുടക്കത്തിലെ തന്നെ നന്നായിട്ട് വളർത്തിക്കൊണ്ടുവരാനായിട്ട് എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഒരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്ത വിശേഷമായിട്ട് കാണാം. താങ്ക് യു.